ഫ്രണ്ട്സ്, വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ക്യാരറ്റ് സാലഡ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി 2 ക്യാരറ്റ്, ഒരു പച്ചമുളക്, പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും, 1 ടീസ്പൂൺ ഉപ്പും, പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഇല്ലെങ്കിൽ ഒരു ചെറിയ നാരങ്ങയുടെ പകുതി മതി, പകുതി പിഴിഞ്ഞ് വെച്ചത്. ഞാനിവിടെ നാരങ്ങ അല്ല വിനാഗിരിയായി എടുത്തിരിക്കുന്നത്. ആദ്യം ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് പച്ചമുളക് റൗണ്ടായിട്ടും കട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് ഒരു ചീനിച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് നമുക്ക് ആദ്യം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആ എടുത്ത് വെച്ച കടുകുണ്ടല്ലോ, കടുകിട്ട് കൊടുക്കണം. കടുകൊന്ന് പൊട്ടി തുടങ്ങി പകുതി പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ച ഉഴുന്ന് പരിപ്പുണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പം ബാക്കി കടുകും പൊട്ടുകയും ചെയ്യും. ഈ ഉഴുന്ന് പരിപ്പ് ഒരു കളറ് മാറി ഒരു ബ്രൗണിഷ് കളർ വരുമ്പോഴത്തേക്കും വന്നാൽ മതി. അതിൽ കൂടുതൽ അങ്ങോട്ട് ഇതായി ഉഴുന്ന് പരിപ്പ് ഒരുപാട് ബ്രൗൺ ആകണ്ട. ഒരുമാതിരി ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്കും നമ്മളെടുത്ത് വെച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും പച്ചമുളക് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതും കൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മളെടുത്ത് വെച്ച ഉപ്പുണ്ടല്ലോ, 1 ടീസ്പൂൺ ഉപ്പ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കണം. ഈ സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിൽ മതി. മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട, ലോ ഫ്ലെയിമിൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഉപ്പ് കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ക്യാരറ്റിൻ്റെ കളറ് മാറാനേ പാടില്ല. ഇതിൻ്റെ പ്രത്യേകത അതാണ്. ക്യാരറ്റിൻ്റെ കളറ് ചേഞ്ച് ആകത്തില്ല, പക്ഷേ ക്യാരറ്റ് ഒന്ന് ചൂടാകുകയും വേണം. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി നല്ല പോലെ ഇളക്കിയിട്ട് ക്യാരറ്റ് ജസ്റ്റ് ചൂടാകുന്നത് വരെ നമ്മൾ ഇതിൽ വെക്കണം, ലോ ഫ്ലെയിമിൽ വെച്ച്. ഇപ്പം ക്യാരറ്റ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൈമിൽ നമുക്ക് എടുത്തു വെച്ച വിനാഗിരി ഉണ്ടല്ലോ, വിനാഗിരി ചേർത്ത് കൊടുക്കണം. വിനാഗിരി ഇല്ലെങ്കിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ളൊരു നാരങ്ങയുടെ പകുതി മതി, പകുതി പിഴിഞ്ഞത്, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനാഗിരി. 2 ക്യാരറ്റിന് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ധാരാളം. എന്നിട്ട് അതും കൂടെ വിനാഗിരി ഒഴിക്കുന്നതിന് മുൻപേ ഗ്യാസ് ഓഫ് ചെയ്യണം. ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ക്യാരറ്റും വിനാഗിരിയുടെ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ലൊരു സാലഡാണ്. അപ്പോൾ ഇതിൻ്റെ കളറ് ചേഞ്ച് ആകത്തില്ല. അപ്പോൾ വിനാഗിരി ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ പുളിയും ആ എരിവും ക്യാരറ്റിൻ്റെ ആ ടേസ്റ്റും കൂടെ നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് ഇങ്ങനെ ഒഴിച്ച് ഒരു 5 മിനിറ്റ് ഇതുപോലെ അടച്ചു വയ്ക്കുകയും വേണം. അപ്പോൾ ആ ചൂടൊക്കെ അതിനകത്തോട്ട് ഒരു ചൂടും ആ വിനാഗിരിയുടെ എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വെക്കേണ്ടത്. ഗ്യാസ് നേരത്തെ നമ്മൾ ഓഫ് ചെയ്തിരുന്നു. ഇനിയിപ്പം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് നല്ലൊരു സാലഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.